ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടത് 35 ആയിരുന്നു. സയൻറ്റിഫിക് റിസർച്ച് എന്നുള്ള ഒരു സെക്ഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷൻ 35 തന്നെ ഉള്ളൊരു ഇതാണ് സെക്ഷൻ 35D, അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, പ്രിലിമിനറി ആദ്യത്തെ, അപ്പം പ്രിലിമിനറി എക്സാമിനേഷൻ, ആദ്യത്തെ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുപോലെ, അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെയാണ്, കമ്പനിയുടെ തുടക്കത്തിലാകുന്ന എക്സ്പെൻഡിച്ചേഴ്സാണ്. അതായത് ആ ബിസിനസ് ഉണ്ടാകുന്നത് ആവശ്യമായിട്ടുള്ള സൈഡിൽ കൂടെ വരുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാമാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഒരു സെക്ഷൻ എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സെക്ഷൻ 35D, അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്. ഇവിടെ എല്ലാം നമ്മൾ ഈ ഡിപ്രീസിയേഷന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ആൻഡിൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്. എക്സ്പെൻസസ് ഇൻക്വേർഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. എക്സ്പെൻസസ് ഇൻക്വേർഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. കമൻസ് ചെയ്യുന്നതിന് മുമ്പുണ്ടായി തീർന്ന എക്സ്പെൻസുകളെല്ലാത്തിനെയാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണയുള്ളൊരു മീനിങ് ആണ്. അപ്പം നമുക്കിതിനകത്ത് രണ്ട് കേസ് കേട്ടുണ്ട്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് രണ്ട് കേസ് കേട്ടുണ്ട്. ഫോർ ആർക്കൊക്കെയാണെന്ന് ഇത് ബാധകം എന്നാണ് ആദ്യത്തെ പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ സെറ്റിംഗ് അപ്പ് ന്യൂ ബിസിനസ് ഓർ ദ എക്സ്പാൻഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് എക്സിസ്റ്റിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നവർക്കും അല്ല, ഒരു ബിസിനസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരുത്തുക. അപ്പോൾ ആ എക്സ്പാൻഷൻ വരുത്തുന്നവർക്കുമാണ് ഇത് ബാധകം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റപ്പിംഗ് ഓഫ് ന്യൂ ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കമൻസ് ചെയ്യുന്നിടം വരെയുള്ള എക്സ്പെൻസുകളാവുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഓർ എക്സ്പാൻഷനോ, ആ എക്സ്റ്റൻഷൻ ഓർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അതിൻ്റെ അവിടെ നിന്ന് അത് എന്തുകൊണ്ട് റൺ ചെയ്യുന്നത് എവിടെ വരെ ഉണ്ടോ അവിടെ വരെ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളാണ് അവിടുത്തെ കേസിലെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് സെറ്റിംഗ് അപ്പ് ന്യൂ ബിസിനസ്സിനാണെങ്കിൽ അത് കമൻസ് ചെയ്യുന്നിടം വരെയുള്ളതാണ് അവിടുത്തെ പ്രിലിമിനറി എക്സ്പെൻസ്. എക്സ്പാൻഷൻ്റെ കേസിലാണെങ്കിൽ ആ എക്സ്പാൻഷൻ ചെയ്തിട്ട് ആ എക്സ്പാൻഷൻ ചെയ്ത പാർട്ട് കമൻസ് ചെയ്യുന്ന സമയം വരെയുള്ള എക്സ്പെൻഡിച്ചർ ആവുന്നതാണ് ആ കേസിലെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് നിങ്ങൾ ഓർമ്മ വെച്ചോണം. അപ്പം പുതിയ ബിസിനസ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തോ, അതായത് ഒന്നും കൂടി വേറൊരെണ്ണം അതിനോടൊപ്പം ചേർന്ന് പുതിയതായിട്ട് ആരംഭിക്കുകയോ ചെയ്യുന്നതിനാണ് ഇത് ബാധകം എന്ന് പറയുന്നത്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് അമോർട്ടൈസിൻ്റെ ആണ്. ബൈ ആർക്കൊക്കെയാണെന്നോട് ചോദിച്ചിരിക്കുന്നത്, ആൻ ഇന്ത്യൻ കമ്പനി ഓർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി ബ്രാക്കറ്റ് റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനിക്ക് അല്ലെങ്കിൽ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ കമ്പനി അതുപോലെ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി അത് റെസിഡൻ്റ് ആവണം. അടുത്ത ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രിലിമിനറി എക്സ്പെൻസ് അമോർട്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സംഭവമുണ്ട്, ഒരു ഡിഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഡിഡക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ. അതായത് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അലോ ആകുന്ന കുറച്ച് എക്സ്പെൻഡിച്ചറുകൾ ഇവർ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ഇവിടെ അലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അലോ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അതായത് അവർ നമുക്ക് അംഗീകരിച്ചിരിക്കുന്ന എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ എക്സ്പെൻഡിച്ചറാണ് ആദ്യം എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടോ അത്ര എക്സ്പെൻഡിച്ചറിൻ്റെ എമൗണ്ട് കൂട്ടി എഴുതണം. ഒന്നാമത്തെ ഇത്. രണ്ട്, വിച്ച് എവർ ഈസ് ഹയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിൽ നിന്ന് ഏതാണോ കൂടുതലായിട്ടുള്ള എമൗണ്ട് അതെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന്, 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റിൻ്റെ 5% ആ എമൗണ്ടും, ക്യാപിറ്റൽ എംപ്ലോയിൻ്റെ 5% അതിൻ്റെ എമൗണ്ടും. ഈ ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, റെസിഡൻ്റ് ആയിരിക്കുന്ന നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞില്ലേ,
ആ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് മാത്രമേ ഉള്ളൂ ഈ 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്ന സാധനം ബാധകമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവരുടെ കേസിൽ മാത്രമേ ഉള്ളൂ ഈ വിച്ച് എവർ ഈസ് ഹയർ ഓഫ് എന്ന് പറയുന്ന ഒരു ടേംസ് വരുന്നത്. അല്ലെങ്കിൽ മറ്റേതിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണ് നമ്മൾ ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ അവിടെ 2 കേസ് വരും. ഈ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിൻ്റെ 5% വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഈ 2 എമൗണ്ട്, കോസ്റ്റ് ഓഫ് പ്രോജക്റ്റിൻ്റെ എമൗണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിൻ്റെ 5% എമൗണ്ട്, ഇത് രണ്ടിൻ്റെയും കൂടെ ഏതാണോ കൂടിയ എമൗണ്ട് ആ കൂടിയ എമൗണ്ട് എടുക്കും. അപ്പം നമുക്ക് 2 സംഭവങ്ങളായി. ഒന്ന് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറായി, രണ്ടാമത്തെന്ന് പറയുന്നത് ഹയർ ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഓഫ് 5% അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയി, ഇതിൽ ഏതാണോ ഹൈ അതും കിട്ടി. അങ്ങനെ 2 എമൗണ്ട് നമുക്ക് കിട്ടി. ആ എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ, ആ 2 എമൗണ്ടിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് അതാണ് ഇവിടെ ഡിഡക്ഷന് എടുക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കുറേ എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മുടെ അടുത്ത് പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഏതാണോ ആ എക്സ്പെൻഡിച്ചേഴ്സുകളാണ് നമ്മൾ ആദ്യം എടുക്കും. രണ്ടാമത് എടുക്കുന്നതെന്ന് പറയുന്നത് കോർപ്പറേറ്റ് എൻറ്റിറ്റി, നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ, റെസിഡൻ്റ് ആയാലും നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിൻ്റെ 5%, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 5%, ഇത് രണ്ടിൽ ഏതാണോ വലുത് അതെടുത്തിട്ട് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറും പിന്നെ ഈ ഹയർ ആയിട്ടുള്ള എടുത്ത എക്സ്പെൻഡിച്ചറിൽ ഇത് രണ്ടിൽ ഏതാണോ ലോവർ അതായിരിക്കും ഡിഡക്ഷന് വേണ്ടി എടുക്കുന്നത്. ഇനിയിപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഡിഡക്ഷൻസ് എങ്ങനെ നമുക്ക് അമോർട്ടൈസ് ചെയ്യുന്നത്, ഒറ്റയടിക്ക് എല്ലാം കൂടെ എടുത്ത് അമോർട്ടൈസ് ചെയ്യുമല്ല. ഷാൾ ബി അമോർട്ടൈസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷം കൊണ്ട് നമുക്ക് ഇത് അമോർട്ടൈസ് ചെയ്യാം. 5 വർഷം കൊണ്ടാണ് അമോർട്ടൈസ് ചെയ്യുന്നതിൻ്റെ കാലാവധി. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ് 1/5 ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് അലൗബിൾ ആസ് എ ഡിഡക്ഷൻ ഫോർ ഈച്ച് ഓഫ് ദ 5 സക്സസീവ് പ്രീവിയസ് ഇയേഴ്സ് ബിഗിനിങ് വിത്ത് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ ബിസിനസ് കമൻസസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് കമൻസ് ചെയ്യുന്ന, അതായത് ആ ബിസിനസ് കമൻസ് ചെയ്തില്ലേ, നമ്മുടെ ഏത് പ്രീവിയസ് ഇയറിലാണ് ആ ബിസിനസ് കമൻസ് ചെയ്തത്, ആ കമൻസ് ചെയ്തിടം തൊട്ട് എത്ര വർഷം? 5 വർഷം. 5 തുടർച്ചയായ വർഷങ്ങളിൽ നമുക്കിത് അമോർട്ടൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ആയിട്ട് എന്താണ് അമോർട്ടൈസ് ചെയ്ത് നമുക്ക് ഈ എമൗണ്ട്, അതായത് ഈ പ്രിലിമിനറി എക്സ്പെൻസ് അമോർട്ടൈസ് ചെയ്ത് കളയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡിഡക്ഷൻസിൻ്റെ ഈ കിട്ടിയ എമൗണ്ട് എങ്ങനെയാണ് 5 വർഷം കൊണ്ടാണ് നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്നത്. 5 വർഷം എന്ന് പറയുന്നത് 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഇപ്പം 500 രൂപയാണ് പ്രിലിമിനറി എക്സ്പെൻസെങ്കിൽ 100 വെച്ച് 5 വർഷം കൊണ്ട് നമുക്ക് അമോർട്ടൈസ് ചെയ്ത് കളയാം. മനസ്സിലാവുന്നുണ്ട്? അത് എവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കമൻസ് ചെയ്യുന്ന ആ പ്രീവിയസ് ഇയർ തൊട്ടുള്ള സക്സസീവ് 5 വർഷത്തിലാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുന്നേ നമുക്ക് എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 3 ടേംസ് കണ്ടായിരുന്നു. ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇപ്പോൾ ഈ 3 സംഭവങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും, ഇത് എന്താണ് ഈ സാധനം, ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്, അതിൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് തോന്നും. അപ്പം നമുക്ക് അതെന്താണെന്ന് നമുക്ക് അടുത്ത ഇതിനകത്ത് നോക്കാം. ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതൊക്കെ ഉള്ളൂ. ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ ഒന്ന്, ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് എനി എഗ്രിമെൻറ്റ്. അതായത് നമ്മുടെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന, എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാകുന്ന ലീഗൽ ചാർജസ് ഉണ്ടല്ലോ, ആ ചാർജസ് പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. സോ അത് അങ്ങനെ തന്നിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്വാളിഫൈഡ് ആണ്, അത് പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, അതായത് ഇവിടെ ബിസിനസ് നടത്താൻ ഫീസിബിൾ ആണോ എന്നുള്ളതിന് അറിയാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അതിന് വേണ്ടി വരുന്ന എന്തെങ്കിലും ഒരു ചിലവ് ഉണ്ടെങ്കിൽ ആ ചിലവ് എന്തെന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറാണ്. പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇപ്പോൾ ഈ പ്രോജക്റ്റിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുന്ന ചിലവുകൾ, അത് നമുക്ക് എന്താ ചെയ്യാം, ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറാണ്, അത് നമുക്കെടുക്കാം. കണ്ടക്ടിങ് മാർക്കറ്റ് സർവേ, അപ്പോൾ ഇതെല്ലാം നമുക്ക് സാമാന്യ രീതിക്ക് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ബിസിനസ് തുടങ്ങുന്നത്. അപ്പം മാർക്കറ്റ് സർവേ നടത്തുന്നു, ഇവിടെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാണ്, ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള മാർക്കറ്റ് സർവേ നടത്തുകയാണെങ്കിൽ ആ സർവേക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറും പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ആയിരിക്കും, അത് നമുക്ക് എന്താണ് ക്വാളിഫൈഡ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് സർവീസസ് റിലേറ്റഡ് ടു ദ പർട്ടിക്കുലർ ബിസിനസ്, ഈ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി വരുന്ന എന്തെങ്കിലും എഞ്ചിനീയറിംഗ് സർവീസുകളോ അല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
അതും നമുക്ക് പ്രിലിമിനറി എക്സ്പെൻഡിച്ചറാണ്, അത് ക്വാളിഫൈഡുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ സാധാരണ കേസിലുള്ള. താഴെ തന്നിരിക്കുന്നത് കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോഴാണ് ഈ താഴെ തന്നിരിക്കുന്നത് കൂടെ അഡീഷണൽ ആയിട്ട് കയറും. മനസ്സിലാകുന്നുണ്ടോ? ബാക്കിയുള്ള ജനറൽ കേസിലെല്ലാം ആദ്യത്തതും കമ്പനിയുടെ വരുമ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യും. അതേതൊക്കെയാണ്? ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് ഓർ പ്രിൻറ്റിംഗ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി വരുന്ന ലീഗൽ ചാർജസ് അതെന്താണോ അതും ഇതുപോലെ ഈ നമുക്ക് ക്വാളിഫൈഡിങ് എക്സ്പെൻഡിച്ചറാണ്. രജിസ്ട്രേഷൻ ഫീസ്, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടി വരുന്ന തുകയുണ്ടല്ലോ, അപ്പോൾ ആ ബിസിനസ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുകൊണ്ട് വരുന്ന രജിസ്ട്രേഷൻ ഫീസും പ്രിലിമിനറി എക്സ്പെൻസ് ആണ്, അതും ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറാണ്. പബ്ലിക് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ അങ്ങനെയുള്ള ചിലവുകളും എല്ലാം ഈ പറയുന്ന ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇപ്പം ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഡിഡക്ഷനിലെ ആദ്യത്തെ പോയിന്റിൽ വരുന്ന എമൗണ്ട്. ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ ഇന്നത് എന്ന് പറഞ്ഞ് ഇത്രയും ഐറ്റംസിൽ എവിടെ എഴുതിയിട്ടുള്ള എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടുന്ന എമൗണ്ടാണ് ആദ്യത്തെ ഡിഡക്ഷൻ്റെ കേസിൽ ഒന്നാമത്തെ സംഭവത്തിൽ വരുന്നത്. രണ്ടെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്താ നോക്കാം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ അവിടുത്തെ ഫിക്സഡ് അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബട്ട് ക്യാൻ ഇൻക്ലൂഡിങ് എക്സ്പെൻഡിച്ചർ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒഴികെയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റാണ് എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ ഇതിനോടൊപ്പം കൂട്ടാം. മനസ്സിലാവുന്നുണ്ടോ? ലാൻഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് വരത്തില്ല, പക്ഷേ ലാൻഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് ഇതിനോട് കൂടാം. അങ്ങനെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റാണ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ പോയിന്റിൽ രണ്ടാമത്തെ അതായത് ഡിഡക്ഷൻസിൽ ഒന്നാമത്തെ ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറായി. രണ്ടാമത്തെ എന്ന് പറയുന്നത് വിച്ച് എവർ ഈസ് ഹയറിലെ ഒന്നാമത്തെ ഇത് 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്നുള്ളത് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്താണെന്നും നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാപിറ്റൽ. അടുത്തത് ഡിബഞ്ചേഴ്സിൻ്റെ ഇത് ലോങ് ടൈം ബോറോയിങ്സ്. ലോങ് ടൈം ബോറോയിങ്സിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 7 വർഷത്തിൽ കുറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? 7 വർഷത്തിൽ കൂടുതലുള്ളതായിരിക്കണം അതിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. 7 വർഷത്തിൽ കൂടുതലുള്ളതാണ്, 7 വർഷത്തിൽ കുറയാൻ പാടില്ല. അങ്ങനെയുള്ള ലോങ് ടൈം ബോറോയിങ്സ്. സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് ന്യൂ കമ്പനിക്ക് ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ന്യൂ കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാത്രം വരും. അപ്പം ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം നോൺ കോർപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ 5% കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. എന്നിട്ട് ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചറുമായിട്ട് മാച്ച് ചെയ്തിട്ട് അതിനകത്ത് ഏതാണോ വിച്ച് എവർ ഈസ് ലോവർ ആണോ അതായിരിക്കും എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ഡിഡക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആ ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? 5 years കൊണ്ട് അമോർട്ടൈസ് ചെയ്ത് കളയാം. ആ 5 years എന്ന് പറയുന്നത് 1/5 എന്ന് പറയുന്നത്, അതായത് ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് വെച്ചിട്ട് എന്തോ ചെയ്താൽ നമുക്ക് 5 വർഷം കൊണ്ട് ഇത് അമോർട്ടൈസ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി ദ അമാൽഗമേറ്റഡ് ഓർ റിസൾട്ടിംഗ് കമ്പനി ആർ എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ ഫ്രം ദ പ്രീവിയസ് ഇൻ വിച്ച് ദ അമാൽഗമേഷൻ ഓർ ഡീമർജർ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി അമാൽഗമേറ്റ് ആകുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡീമർജർ ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിക്ക് അല്ലെങ്കിൽ റിസൾട്ടിംഗ് കമ്പനിക്ക് ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടും. ആ ഡിഡക്ഷൻ കിട്ടുന്ന എവിടെ തൊട്ടാണ്? എന്നാണോ ഈ സംഭവം അമാൽഗമേഷൻ ഒരു ഡീമർജർ സംഭവിച്ചത് അവിടെ തൊട്ടുള്ള ആ പ്രീവിയസ് ഇയർ തൊട്ട് എന്താണെന്ന് പറയാം നമുക്ക് ആ ഡിഡക്ഷൻ എടുക്കാം. ഓക്കെ, അതുപോലെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈസ് മാൻഡേറ്ററി ഇൻ കേസ് ഓഫ് അസസി അതർ ദാൻ കമ്പനി ഓർ കോർപ്പറേറ്റ് സൊസൈറ്റി. കോർപ്പറേറ്റ് സൊസൈറ്റി അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് നെസസറി. ഒരു CA കൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഓഡിറ്റ് ചെയ്ത് അത് ഫയൽ ചെയ്ത് റിട്ടേൺ സമർപ്പിക്കണം. ഈ പറയുന്ന ഈ എക്സ്പെൻഡിച്ചർ എല്ലാം കാണിച്ചുകൊണ്ട് ഇതെന്താ പറയുക, ഇത് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്ത് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു നോട്ട്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എങ്ങനെയാണ് അമോർട്ടൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം നമ്മളിപ്പോൾ 35D ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.